വെൽക്കം ബാക്ക് ടു റിട്ടേൺ ട്രാവലേഴ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നതേ, ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു ചെറിയ വണ്ടികളെ കുറിച്ച് പറയുമോ എന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തന്നെ. എന്ന് വെച്ചാൽ ചെറു വണ്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 800cc തൊട്ടിട്ടാണ് ചെറിയ കാറുകൾ തുടങ്ങിയത്. അത് കഴിഞ്ഞ് നാനോ വന്ന് 600cc എങ്ങാണ്ടായിരുന്നു നാനോ. അതിന് കഴിഞ്ഞിട്ട് നമുക്കറിയാം നമ്മുടെ ചെറിയ സാധാരണക്കാരുടെ വാഹന സ്വപ്നങ്ങളെ ഒരു ശമനം വരുത്തിയ വണ്ടിയാണ് നമ്മുടെ മാരുതി 800. മാരുതിയാണ് ആദ്യമായിട്ട് മാരുതി 800 എന്നുള്ള രീതിയിൽ ആ വണ്ടി കൊണ്ടുവന്നതും അതാണ് ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ചെറുകാർ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടതും പ്രശസ്തമായതും എപ്പോഴും മാരുതി 800 തന്നെയാണ്. ഇപ്പൊ അതില്ല, മാരുതി 800 ഇല്ല, പിന്നെ അവർ ഓൾട്ടോ 800 ആക്കി. ഇപ്പം കേട്ടൺ എന്നുള്ള രീതിയിലാണ്, അത് 1 ലിറ്റർ റേഞ്ചിലാണ് ഇപ്പൊ വരുന്നത്. 800 ഇല്ല. നാനോ 600cc ആയിരുന്നു, ഇപ്പൊ അതില്ല. ചെറിയ കാറുകൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന രണ്ട് വാഹനങ്ങളാണ് ഇത് രണ്ടും. അപ്പം 800cc എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ക്യൂബിക് കപ്പാസിറ്റിയാണ് എപ്പോഴും വാഹനങ്ങളെ വലിപ്പവും ചെറുപ്പവും ആക്കുന്നത്. അപ്പം 800cc തുടങ്ങി പിന്നെ അങ്ങോട്ട് 1000, 1200, 1500, 2000, 2500 എന്നിങ്ങനെയാണ് ക്യൂബിക് കപ്പാസിറ്റി പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരുവിധപ്പെട്ട ഇന്ന് പ്രശസ്തമായ മിക്ക വാഹന നിർമ്മാണ കമ്പനി, ഏകദേശം 10ഓളം ഉണ്ട് നമ്മുടെ ഇന്ന് ഓൺലൈനിൽ ഏറ്റവും പ്രശസ്തമായ സാധാരണ വാഹന നിർമ്മാണ കമ്പനികൾ. പിന്നെ പ്രീമിയം വണ്ടികൾ എനിക്ക് തോന്നുന്നു ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ 1.5 ആ റേഞ്ചിലാണ്. ബെൻസിന്റെ ഒക്കെ എ സീരീസ് മാത്രമേ ഉള്ളൂ 1398 ക്യൂബിക് കപ്പാസിറ്റി വരുന്നത്. ബാക്കിയെല്ലാം അതിന് മുകളിലോട്ടാണ് വരുന്നത്. ബെൻസ് ആയാലും BMW ആയാലും ഓഡി ആയാലും എല്ലാം പ്രീമിയം വണ്ടികൾ അങ്ങനെ ഒരു കാറ്റഗറിയിൽ പോകുന്നുണ്ട്. ഇന്ന് 1 ലിറ്റർ എഞ്ചിനിൽ എന്ന് വെച്ചാൽ 1000cc വാഹനങ്ങൾ ഇറക്കുന്ന പ്രധാനമായിട്ടും 8 നിർമ്മാതാക്കളാണ് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഞാൻ പറയാം, അത് 8 ഏതാണെന്നൊന്ന് ഓടിച്ചിട്ട് പറയാം. ഒന്ന് മാരുതിയാണ്, പിന്നെ ഒന്ന് ഹ്യുണ്ടായി ആണ്, പിന്നെ കിയ ആണ്, പിന്നെ നിസാൻ, റെനോൾട്ട്, ഫോക്സ് വാഗൺ, സ്കോഡ, ടൊയോട്ട എന്നിങ്ങനെ 8 വാഹനങ്ങളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ട് ഈ 1 ലിറ്റർ എഞ്ചിനിലെ വാഹനങ്ങൾ ഇറക്കുന്നത്. അങ്ങനെ 8 വാഹന നിർമ്മാണ കമ്പനികളിൽ നിന്നായി ഏകദേശം 19ഓളം മോഡലുകളാണ് ഇന്ന് 1000cc വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ആ വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ സ്പെസിഫിക്കേഷൻസ് വിശദമായിട്ടൊന്നുമില്ല. ബേസിക് എന്ന് വെച്ചാൽ നമ്മുടെ പവർ എത്രയാണ്, ടോർക്ക് എത്രയാണ്, മൈലേജ് എത്രയാണ്, അതിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതിന്റെ ഒരു ഓവറോൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറെ പേർക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. കാരണം പുതിയതായിട്ട് വാഹനം വാങ്ങുന്നവര് എപ്പോഴും ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മിക്കവാറും ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ഓടിച്ചിട്ട് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. മാരുതിയുടെ വന്നിട്ട് ആദ്യം ഓൾട്ടോ K10, എസ്പ്രസോ, വാഗണർ, സെലേറിയോ, ഫ്രോണക്സ് എന്നീ 5 മാരുതി 1 ലിറ്ററിനകത്ത് ഇറക്കുന്നത്. പിന്നെ വന്നിട്ട് ഹ്യുണ്ടായിയുടെ വെന്യൂ എൻലൈൻ എന്ന് പറഞ്ഞാൽ അതേ ഇതിൽ തന്നെ വരുന്നതാണ്. പിന്നെ i20, പിന്നെ i30 എന്ന് പറഞ്ഞൊരു മോഡലും കാസ്പർ എന്ന് പറയുന്ന ഒരു മോഡലും അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നേരത്തിൽ ഇറങ്ങിയിട്ടില്ല. അത് രണ്ടും കൂടെ അപ്കമിങ് ആയിട്ട് ഉള്ള 2 മോഡലുകളാണ്. പിന്നെ വന്ന് കിയയുടെ സോണറ്റും സൈറോസും. പിന്നെ നിസാന്റെ ഏറ്റവും പ്രശസ്തമായ മാഗ്നൈറ്റ്. പിന്നെ വന്നിട്ട് നമ്മുടെ റെനോൾട്ട് എന്ന കമ്പനിയെ നമുക്ക് ഇന്ത്യയിൽ ജനപ്രിയമാക്കിയ ഡസ്റ്റർ എന്നൊരു മോഡലോട് കൂടിയാണ്. കാരണം SUV ഹരമുള്ളവർക്ക് ശരിക്കും അതിന്റെ എല്ലാവിധ ഫീച്ചേഴ്സുകളും കൊടുത്തുകൊണ്ടുണ്ടായ ഒരു ജനപ്രിയ വാഹനമായിരുന്നു ഡസ്റ്റർ ഇതിൽ വരുന്നതല്ല, ഡസ്റ്റർ 1.5 ആണ്. അപ്പൊ നമ്മൾ 1 ലിറ്റർ നോക്കണ്ട, ഇടയ്ക്ക് പറഞ്ഞങ്ങോട്ട് പോയതാണ്. റെനോൾട്ടിന്റെ ക്വിഡ് വരുന്നുണ്ട്, ട്രൈബർ വരുന്നുണ്ട്, കൈഗർ വരുന്നുണ്ട്. അങ്ങനെ 3 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കോഡയുടെ കുഷാക്ക്, കൈലാക്ക്, സ്ലാവിയ എന്നിങ്ങനെ 3 മോഡലുകളാണ് അവർ 1 ലിറ്ററിൽ ഇറക്കുന്നത്. ഇതെല്ലാം സ്കോഡയുടെ പ്രധാനപ്പെട്ട വാഹനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ഫോക്സ് വാഗന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, വെർട്ടസ്, ടൈഗൂൺ എന്നിങ്ങനെ 2 മോഡലുണ്ട്. പിന്നെ വന്ന് നമ്മുടെ സ്വന്തം ടൊയോട്ട അർബൻ ക്രൂയിസർ ടെയ്സർ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അപ്പൊ ഇത്രയും വാഹനം, ഇങ്ങനെ 19 വാഹനങ്ങളാണ് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 1 ലിറ്റർ റേഞ്ചിനകത്ത് വരുന്നത്. മീൻസ് 1 ലിറ്റർ അറിയാലോ, നേരത്തെ പറഞ്ഞത് തന്നെ 1000cc വരുന്ന 19 വാഹനങ്ങൾ. ഇനി ഇവ ഓരോന്നിന്റെ ഒരു ബേസിക് സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ തീർക്കാം.
അങ്ങനെ നമ്മുടെ സാധാരണക്കാരുടെ സ്വന്തം വാഹന നിർമ്മാണ കമ്പനിയായ മാരുതിയുടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാരുതിയുടെ ആദ്യത്തെ മോഡലാണ് ഓൾട്ടോ K10. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 4 ലക്ഷം തൊട്ട് ഏകദേശം 6.5 ലക്ഷം രൂപ വരെയാണ് വില റേഞ്ച് വരുന്നത്. വില നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും റേഞ്ച് നമ്മൾ വണ്ടിയുടെ ബേസ് മോഡൽ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ വണ്ടിക്കും പലതരം വേരിയന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ആ വേരിയന്റ് അനുസരിച്ച് വിലയിൽ ഡിഫറൻസ് വരും. ഈ ഓൾട്ടോ K10 എന്ന് പറയുന്ന ഒരു 5 സീറ്റർ ഹാച്ച് ബാഗ് വാഹനമാണ്. ഇതിനെന്ന് പറഞ്ഞാൽ 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 66 bhp പവറും 89 Nm ടോർക്കുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇത് മാനുവലിലും ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്. മാനുവലിന്റെ മൈലേജ് വന്നിട്ട് ഏകദേശം 24.3 ആണ്. ഓട്ടോമാറ്റിക്കിന്റെ മൈലേജ് 24.8 ആണ് കമ്പനി പറയുന്നത്. മാരുതിയുടെ തന്നെ രണ്ടാമത്തെ മോഡലാണ് എസ്പ്രസോ. എസ്പ്രസോ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒരുപക്ഷെ ഓട്ടോമാറ്റിക് മോഡലുകൾ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഒരു വേരിയന്റ് ആണ് എസ്പ്രസോ എന്നുള്ളത്. കാരണം സ്ത്രീകളെയാണ് ഇത് കൂടുതലും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിന്റെ മോഡൽ കണ്ടിട്ട്. കാരണം ഡാഷ്ബോർഡ് ഒക്കെ കണ്ടാൽ ശരിക്കും റൗണ്ട് ഷേപ്പിൽ കുറച്ച് ക്യൂട്ട് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് നമ്മുടെ മിനി കൂപ്പറിന്റെ ഒക്കെ ഇന്റീരിയർ, മിനി കൂപ്പർ അറിയാലോ, ലേഡീസിന് ഡ്രൈവിംഗ് ഹരം ഉള്ള ലേഡീസിനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ മിനി കൂപ്പർ ഇറക്കിയത്. അതേപോലെ തന്നെ അതേ മോഡലിൽ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് മാരുതി ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനം. അതേപോലെ നമ്മുടെ സിറ്റി റൈഡിന് ഏറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാവുന്നത്, കാരണം വളരെ ചെറുതാണ്, നമുക്ക് എവിടെ കൊണ്ടുപോയാലും പാർക്ക് ചെയ്യാം, അത്യാവശ്യം നല്ല മൈലേജ്. ഇതാണ് എസ്പ്രസോയുടെ പ്രത്യേകത. അപ്പൊ എസ്പ്രസോയും ഒരു 3 സിലിണ്ടർ 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. ഇതും 5 സീറ്റർ ഹാച്ച് ബാക്ക് ആണ്. ഹാച്ച് ബാക്ക് എന്താണെന്ന് അറിയാവില്ല, നമ്മുടെ നോർമൽ രീതിയിലുള്ള ചെറുകാർ മോഡലുകളെയാണ് ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത്. ഇടയ്ക്ക് വഴിതെറ്റിപ്പോവും, ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് പറഞ്ഞു തരട്ടെ. ഹാച്ച് ബാക്ക് വാഹനമാണ്. ഇതും മാനുവലിലും ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്. ഏകദേശം 24 മാനുവലിന് കമ്പനി പറയുന്ന മൈലേജ്, 25 ഓട്ടോമാറ്റിക്കിനും. ഇതിന്റെ വില വന്നിട്ട് 4.27 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 6 ലക്ഷത്തി സംതിങ് വരെയാണ് ഇതിന്റെ വില എൻഡ് ചെയ്യുന്നത്. എസ്പ്രസോയ്ക്ക് 67 bhp പവറും 89 Nm ടോർക്ക്. അടുത്ത മാരുതിയുടെ വാഹനമാണ് നമ്മുടെ വാഗൺ രൂപത്തിലുള്ള വാഗണർ. കുറച്ച് പൊക്കം ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആ രീതിയിലൊരു വാഗൺ മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കമ്പനി ആ രീതിയിലൊരു വാഗണർ എന്നുള്ളൊരു മോഡൽ കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മോഡൽ തന്നെയാണ് വാഗണർ. ഇതും ഒരു 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 5 സീറ്റർ പെട്രോൾ എഞ്ചിൻ ഹാച്ച് ബാക്ക് വാഹനമാണ്. ഇതും മാനുവലിലും ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്. മൈലേജ് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 25 കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. CNG മോഡൽ വരുമ്പോൾ ഏകദേശം 34 അവർ പറയുന്നുണ്ട്. വില വന്നിട്ട് 5 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 7.5 ലക്ഷം വരെ. വാഗണറിന് 67 bhp പവറും 90 Nm ടോർക്കും ആണുള്ളത്. അടുത്ത മാരുതിയുടെ തന്നെ വാഹനമാണ് സെലേറിയോ. സെലേറിയോ അറിയാമല്ലോ, ശരിക്കും ഓട്ടോമാറ്റിക് രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച വാഹനമെന്ന് വേണമെങ്കിൽ സെലേറിയെ പറയാം. കാരണം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നേരത്തെ എടുക്കാൻ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. ഒരു കംഫർട്ട് ആവുമോ, അല്ലെ മെയിൻ്റനൻസ് കിട്ടുമോ, ഒക്കെ പ്രോപ്പർ സർവീസ് ആണോ, നമുക്ക് എടുത്താൽ പണി കിട്ടുമോ എന്നൊക്കെ അങ്ങനെ സാധാരണക്കാർ ആലോചിച്ചു. പ്രീമിയം വണ്ടികളൊന്നും ഓട്ടോമാറ്റിക് ആണ്, പ്രീമിയം കൂടുതലും ഓട്ടോമാറ്റിക് തന്നെയാണ്. നമ്മുടെ ചെറുകാറുകൾ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മിഡിൽ ക്ലാസ്സിലോട്ട് ഒരിക്കലും ആ ഒരു ഓട്ടോമാറ്റിക് വന്നിട്ടില്ലായിരുന്നു. അപ്പം അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് മാരുതി ഇറക്കിയ വാഹനമാണ് സെലേറിയോ. സെലേറിയോ ആണ് ഏറ്റവും ജനപ്രിയമായ ആദ്യത്തെ ഓട്ടോമാറ്റിക് വാഹനം. എല്ലാവരും ഓട്ടോമാറ്റിക്കിന്റെ കംഫർട്ട് മനസ്സിലാക്കിയത് സെലേറിയോയിലൂടെയാണ്. അപ്പം ആ സെലേറിയോയും ഇപ്പൊ ഇറങ്ങുന്ന സെലേറിയോയുടെ മോഡൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 5 സീറ്റർ ഹാച്ച് ബാക്ക് പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. ഇത് ഓട്ടോമാറ്റിക്കലിലും മാനുവലിലും വരുന്നുണ്ട്. ഏകദേശം 67 bhp പവറും 90 Nm ടോർക്കും. ഇതിന്റെ വില വരുന്നത് ഏകദേശം 5,30,000 സ്റ്റാർട്ട് ചെയ്ത് 7.25 ലക്ഷം രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. മൈലേജ് ഏകദേശം 21.79 മാനുവലിലും 35 CNG മോഡലിലും കമ്പനി പറയുന്നുണ്ട്. ഇനി മാരുതിയുടെ 5ാമത്തെ മോഡലാണ് നമ്മുടെ സ്വന്തം ഫ്രോണക്സ്. ഇതും ഒരു 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 5 സീറ്റർ ഹാച്ച് ബാക്ക് പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. 98 bhp പവറും ഏകദേശം 148 Nm ടോർക്കുമാണ്. കാരണം ഫ്രോണക്സിന് ടോർക്ക് കൂടുതലാണ്, Nm ടോർക്കുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ വില വന്നിട്ട് ഏകദേശം 5,30,000 സ്റ്റാർട്ട് ചെയ്ത് 7.25 ലക്ഷം രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. മൈലേജ് ഏകദേശം 21.5 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ്.
അടുത്ത നമ്മുടെ ഹ്യൂണ്ടായിയുടെ വെനു ആണ്. ഇതൊരു 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 5 സീറ്റർ കോമ്പാക്ട് എക്സ്യൂവിൽ വരുന്ന വാഹനമാണ്. ഇത് ടർബോ എഞ്ചിനിലാണ് വരുന്നത്. ടർബോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിന്റെ പവറും ടോർക്കും കൂടുതൽ തന്നെയാണ്. 118 BHP പവറും 172 Nm ടോർക്കുമാണ് കമ്പനി അവകാശപ്പെടുന്ന വെന്യൂവിന്. മൈലേജ് ഏകദേശം 18.27 ആണ് പറയുന്നത്. വില 7,94,000 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 13.5 ലക്ഷം രൂപ വരെയാണ് അതിന്റെ വില വരുന്നത്. 6 സ്പീഡ് മാനുവലും DCTയിലുമാണ് ഇത് വരുന്നത്. അടുത്ത ഹ്യൂണ്ടായുടെ മോഡലാണ് വരുന്നത് i20. 990 ക്യൂബിക് കപ്പാസിറ്റിയിൽ ഏകദേശം ഒരു 5 സീറ്റർ ഹാഷ് ബാക്ക് വാഹനമാണ് i20 എന്ന് പറയുന്നത്. ഇത് പെട്രോളിലാണ് വരുന്നത്. ഏകദേശം 20.25 ആണ് മൈലേജ്. 118 BHP പവറും 171 Nm ടോർക്കുമാണ് കമ്പനി i20ക്ക് അവകാശപ്പെടുന്നത്. വില വന്നിട്ട് ഏകദേശം 12.4 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 12.55 ലക്ഷം വരെയാണ്. ഞാൻ പറഞ്ഞില്ല, ചെറിയ 2 വേരിയന്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രൈസ് റേഞ്ച് വളരെ കുറവാണ് ഇതിന്. മൈലേജ് 20.25 ആണ്. അടുത്തത് നമ്മുടെ കിയയുടെ സോണറ്റ് ആണ്. അതറിയാമല്ലോ, കിയയും ഹ്യൂണ്ടായിയുടെയും വണ്ടികൾ, ഇത് രണ്ടും നമ്മുടെ കൊറിയൻ വണ്ടികളാണ്, സഹോദര സ്ഥാപനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കിയയുടെ സോണറ്റ് 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 5 സീറ്റർ കോമ്പാക്ട് എസ്യുവിയിൽ വരുന്ന വാഹനമാണ് സോണറ്റ്. ഇത് പെട്രോള് ടർബോ എഞ്ചിനാണ് വരുന്നത്. DCTയും വരുന്നുണ്ട്. 114 BHP പവറും 179 Nm ടോർക്കുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ വില എന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് കുറച്ച് ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും നല്ല വ്യത്യാസം വരും. ഏകദേശം 9.65 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 14.99 ലക്ഷമാണ് വില. പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിയയുടെ ഈ ഒരു മോഡലിന് തന്നെ ഏകദേശം 17ഓളം വേരിയന്റുകളുണ്ട്. ഈ ഞാൻ പറഞ്ഞ 1 ലിറ്ററിൽ മാത്രം ഏകദേശം 5ഓളം വേരിയന്റുകളുണ്ട്. അപ്പം ആ വേരിയന്റ് കൂടുന്നതനുസരിച്ചാണ് ഈ പ്രൈസ് റേഞ്ചിന് വ്യത്യാസം വരുന്നത്. 18.7 ആണ് മാനുവലിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജും 19.26 ആണ് ഓട്ടോമാറ്റിക്കിന് പറയുന്ന മൈലേജ്. അടുത്ത കിയയുടെ മോഡലാണ് കിയ സൈറോസ്. 998 ക്യൂബിക് കപ്പാസിറ്റി 5 സീറ്റർ ഹാഷ് ബാക്ക് വാഹനമാണ്. 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ടർബോയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 114 BHP പവറും 178 Nm ടോർക്കും. 18.63 ആണ് സൈറോസിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. വില ഏകദേശം 9 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 16 ലക്ഷം വരെയാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അടുത്തത് നമ്മുടെ നിസാന്റെ മാഗ്നൈറ്റ് ആണ്. ഇതും ഒരു 998 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക്കിലും മാനുവലിലും വരുന്നുണ്ട്. നോർമലില് 67 BHP പവറും 91 Nm ടോർക്കുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിന്റെ മൈലേജ് ഏകദേശം 19.4 ആണ്. വില വന്നിട്ട് 6 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 11 ലക്ഷം രൂപ വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ടർബോയുടെ വരുമ്പോൾ പവറിൽ നല്ല വ്യത്യാസമാണ്. ടർബോ വരുമ്പോൾ ഏകദേശം 98.6 BHP പവറും 152 Nm ടോർക്കുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. മൈലേജ് ഏകദേശം സെയിം തന്നെ, ഏകദേശം 19.6 എന്തോ ആണ് കമ്പനി പറയുന്നത്. അടുത്തത് നമ്മുടെ റെനോൾട്ടിന്റെ സ്വന്തം ക്വിഡ്. ചെറുകാറുകളുടെ ഗണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെടിച്ചു പറ്റിയ ഒരു വാഹനമാണ്. മൈലേജിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നത്. ഇത് ഒരു 3 സിലിണ്ടർ 998 ക്യൂബിക് കപ്പാസിറ്റി 5 സീറ്റർ ഹാഷ് ബാക്ക് വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. മാനുവലിലും CVTയിലും ഇത് വരുന്നുണ്ട്. 67 BHP പവറിലും 91 Nm ടോർക്കിലുമാണ് ക്വിഡ് വരുന്നത്. ഇതിന്റെ 21.74 ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ക്വിഡിന്റെ വില 4,75,000 സ്റ്റാർട്ട് ചെയ്ത് 6,75,000 വരെയാണ് വില പറയുന്നത്. അടുത്ത റെനോൾട്ടിന്റെ വാഹനമാണ് നമ്മുടെ ഡ്രൈവർ. ഇത് ഒരു 3 സിലിണ്ടർ 998 ക്യൂബിക് കപ്പാസിറ്റി വാഹനം തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരു ഫാമിലിക്ക് കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തി 7 പേർക്ക് ഇരിക്കത്തക്ക രീതിയിൽ ഒരു 7 സീറ്റർ MUV ഗണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മാനുവലിലും ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട്. 70 BHP പവറിലും 96 Nm ടോർക്കിലുമാണ് ഡ്രൈവർ വരുന്നത്. വില വന്നിട്ട് ഏകദേശം 6 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 8,75,000 വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അടുത്തതാണ് നമ്മുടെ റെനോൾട്ടിന്റെ കൈഗർ എന്ന് പറയുന്നൊരു മോഡൽ. ഇത് 2 രീതിയിൽ വരുന്നുണ്ട്. ടർബോയും വരുന്നുണ്ട്, നോർമല് മാനുവലിലും ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട്. CVT എഞ്ചിൻ ടർബോയിലും വരുന്നുണ്ട്. നോർമലിൻ്റെത് 70 BHP പവറും 96 Nm ടോർക്കുമാണ് വരുന്നത്. മൈലേജ് വന്നിട്ട് ഏകദേശം 19 ആണ് പറയുന്നത്. പ്രൈസ് റേഞ്ച് 6 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 11 ലക്ഷം വരെയാണ് വില. ടർബോ വരുമ്പം ഇത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. 98 BHP പവറും 170 Nm ടോർക്കുമാണ് കമ്പനി പറയുന്നത്. ടർബോയുടെ മൈലേജും മറ്റേതിന്റെ തന്നെ ഏകദേശം 19 സെയിം തന്നെയാണ്. അടുത്ത നമ്മുടെ വാഹനമാണ്
സ്കോഡയുടെ കുഷാക്ക്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാഹനം ഒത്തിരി ഹരമുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. ടർബോയിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവറും ടോർക്കും എല്ലാം കൂടുതലാണ്. 114 bhp പവർ, 178 Nm ടോർക്കിലും വരുന്ന ഒരു 5 സീറ്റർ SUV ഗണത്തിൽപ്പെടുന്ന വാഹനമാണ് ഇത്. മാനുവലിലും ഓട്ടോമാറ്റിക്കലും വരുന്ന ഈ വാഹനത്തിന്റെ മൈലേജ് ഏകദേശം 17.88 km/ലിറ്റർ ആണ്. വില സ്റ്റാർട്ട് ചെയ്യുന്നത് 12,80,000 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 16 ലക്ഷം രൂപ വരെയാണ് അതിന്റെ വില. കുഷാക്ക് 3 സിലിണ്ടർ 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അടുത്ത് തന്നെ സ്കോഡയുടെ കുറച്ചുകൂടെ ചെറിയ വാഹനം, കുഷാക്കിനെക്കാട്ടി തൊട്ട് പുറകിൽ വരുന്ന വാഹനമാണ് കൈലാക്ക് എന്ന് പറഞ്ഞൊരു മോഡൽ. ഇത് എഞ്ചിൻ സെയിം തന്നെയാണ്, 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വാഹനം തന്നെയാണ്. ഇതിന്റെ പവറും സെയിം തന്നെയാണ്, ഏകദേശം 114 bhp പവറും 178 Nm ടോർക്കും തന്നെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത, വാഹനം ചെറുതായതുകൊണ്ട് അതിന് പ്രൈസ് റേഞ്ചിൽ വ്യത്യാസമുണ്ട്. ഏകദേശം 7.89 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 14 ലക്ഷം വിലയാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. മൈലേജ് 19 കമ്പനി അവകാശപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു വലിപ്പം കുറഞ്ഞപ്പോൾ കുറച്ച് മൈലേജ് കൂടിയിട്ടുണ്ട്. അടുത്ത സ്കോഡയുടെ വാഹനമാണ് നമ്മുടെ സ്ലാവിയ. സെഡാൻ മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവരിറക്കിയ ഒരു 3 സിലിണ്ടർ 998 ക്യൂബിക് കപ്പാസിറ്റി പെട്രോൾ എഞ്ചിനിൽ ഇറക്കിയ വാഹനം തന്നെയാണിത്. ഇതും ടർബോ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഏകദേശം ടോർക്കും പവറും എല്ലാം കൂടുതലാണ്. 114 bhp പവറും 178 Nm ടോർക്കുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഏകദേശം 20.12 കമ്പനി പറയുന്ന മൈലേജ്. വില വന്നിട്ട് 10,30,000 സ്റ്റാർട്ട് ചെയ്ത് 15.99 ലക്ഷം വരെയാണ് വിലയുടെ റേഞ്ച് വരുന്നത്. സ്ലാവിയ ഒരു 5 സീറ്റർ സെഡാൻ വാഹനമാണ്. അടുത്തത് നമ്മുടെ ഫോക്സ് വാഗന്റെ സ്വന്തം വെർട്ടസ് ആണ്. ഇതറിയാലോ, വെന്റോ അവർ നിർത്തിയതിനു ശേഷം അവർ കൊണ്ടുവന്ന ഒരു സെഡാൻ മോഡൽ വാഹനമാണ് വെർട്ടസ്. ഇത് ഒരു 998 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്, ടർബോ ചാർജഡ് ആണ്. മാനുവലിലും ഓട്ടോമാറ്റിക്കലും വരുന്ന 5 സീറ്റർ വാഹനമാണ്. ഇതിന്റെയും പവർ ഏകദേശം 114 bhp പവറും 178 Nm ടോർ. 19.4 മാനുവലിന് കമ്പനി പറയുന്ന മൈലേജ്. 18.2 ഓട്ടോമാറ്റിക്കിന്. വില വന്നത് 11.55 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 19.41 ലക്ഷം വരെയാണ്. അടുത്ത ഫോക്സ് വാഗന്റെ വാഹനമാണ് നമ്മുടെ മിനി SUV ഗണത്തിൽപ്പെടുന്ന ടൈഗൂൺ. ഇതുമുള്ള 999 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിലാണ്. ഓട്ടോമാറ്റിക്കലിലും മാനുവലിലും വരുന്നുണ്ട്. 114 bhp പവറിലും 178 Nm ടോർക്കുമാണ് ഇതിനുള്ളത്. 5 സീറ്റർ SUV ഗണത്തിൽപ്പെടുന്ന ഈ വാഹനത്തിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 11.7 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 17,80,000 വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. മാനുവലിന് 18.4 മൈലേജും ഓട്ടോമാറ്റിക്കിനും 19.8 കമ്പനി പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ ടേസർ. ഇത് ഏകദേശം ഫ്രോണക്സുമായിട്ടുള്ള അതേ റേഞ്ചിൽ തന്നെ വരുന്ന വാഹനം തന്നെയാണ്. പിന്നെ ടൊയോട്ടയുടെ അറിയാലോ, ടൊയോട്ടയുടെ വാഹനങ്ങൾക്ക് എന്നും ജനങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം ഒരു 5 ലക്ഷം വരെയൊക്കെ 5 ലക്ഷം ഒന്നും അല്ല, അതിന് മുകളിലും ഓടുന്ന നിരവധി വാഹനങ്ങൾ ഇന്നോവയ്ക്കായാലും ഇഷ്ടം പോലെ ഉണ്ട് ടൊയോട്ടയ്ക്ക്. അതുകൊണ്ട് തന്നെ ടൊയോട്ടയുടെ വാഹനങ്ങൾക്ക് എപ്പോഴും ജനപ്രിയം വളരെ കൂടുതലാണ്. അപ്പം ആ ടൊയോട്ടോടെയാണ് ഈ അർബൻ ക്രൂയിസർ ടേസർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 3 സിലിണ്ടർ 999 ക്യൂബിക് കപ്പാസിറ്റിയിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. ഒരു SUV ഗണത്തിൽപ്പെടുന്ന 5 സീറ്റർ വാഹനം. ഇത് മാനുവലിലാണ് വരുന്നത്. 99 bhp പവർ 147 Nm ടോർക്കുമാണ് കമ്പനി പറയുന്നത്. 21.18 മൈലേജ് അവർ അവകാശപ്പെടുന്നത്. ഏകദേശം വില വന്നിട്ട് 7,74,000 സ്റ്റാർട്ട് ചെയ്ത് 13 ലക്ഷം വരെയാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ 19 വാഹനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറു കാറുകളുടെ ഗണത്തിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഈ പറയുന്ന വാഹനങ്ങളൊക്കെ നോക്കുക, അതിന്റെ ഫീച്ചേഴ്സുകൾ നോക്കുക. ഏറ്റവും പ്രധാനം അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടെ നോക്കുക. വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം എപ്പോഴും ചൂസ് ചെയ്യുക. ഒരുവിധം എല്ലാം നോക്കിയിട്ട് മാത്രം. കാരണം നമ്മുടെ പൈസ എപ്പോഴും അമൂല്യമാണ്. മുടക്കുന്നതിന് മുന്നേ നമ്മൾ 100 വട്ടം ചിന്തിച്ചിട്ട് മാത്രം മുടക്കുക. എന്നിട്ട് നിങ്ങളെ സേഫ്റ്റിയും കൂടെ നോക്കി നല്ലൊരു വാഹനം സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ എൻ്റെ വീഡിയോ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.